വെൽക്കം ടു യുണൈറ്റഡ് സെൻറ്റർ. നമ്മളിപ്പോൾ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുതിയ പുതിയ വാർത്തകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടിരുന്നു ഗൈസ്. അപ്പോൾ ബ്രൈറ്റനായിട്ടുള്ള തോൽവിക്ക് ശേഷം റൂബൻ അമോറിം ഡ്രസ്സിംഗ് റൂമിൽ ചെന്നിട്ട് ടേബിളും ചെയറൊക്കെ വലിച്ചെറിഞ്ഞു, ആകെ മൊത്തം തെറി ബഹളമായിരുന്നുള്ള കാര്യമാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ ആരൊക്കെയോ കരഞ്ഞു എന്നുള്ള രീതിയിലും റിപ്പോർട്ടിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വൻ വിഷയമാണ് ഡ്രസ്സിംഗ് റൂമിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെ കളിക്കും എന്നുള്ളത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആരൊക്കെയാണ് കരഞ്ഞത് അല്ലെങ്കിൽ ആരൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇപ്പോൾ എന്തായാലും മറ്റൊരു സംഭവം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കസ് റാഷ്ഫോർഡും ആൻ്റണിയൊക്കെ ഇപ്പോഴും യുണൈറ്റഡിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ റാഷ്ഫോർഡ് ബാക്ക് ടു ട്രെയിനിങ് എന്നുള്ള രീതിയിൽ ഇന്ന് വീഡിയോ ഫുട്ടേജൊക്കെ കണ്ടിരുന്നു. അപ്പോൾ റാഷ്ഫോർഡിൻ്റെ പോക്ക് എങ്ങോട്ടും തീരുമാനമൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെയൊക്കെ 2-3 ക്ലബ്ബുകളൊക്കെ ആയിട്ട് ലിങ്കൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ അതിന് മുമ്പേ ഗാർനാച്ചോയുടെ കാര്യത്തിൽ തീരുമാനമാകുന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മുമ്പ് ESPNൻ്റെ മാർക്ക് ഓഗ്ഡൻ റിപ്പോർട്ട് ചെയ്ത ഒരു രസകരമായ വാർത്തയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓണേഴ്സായ ഗ്ലേസേഴ്സിന് അവർക്ക് NFL ക്ലബ്ബുണ്ട്, ടംപ ബേ ബക്കനിയേഴ്സ്. അപ്പോൾ അവരുടെ ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും കാണാതിരിക്കാനായിട്ട് ഗ്ലേസേഴ്സ് യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സിനൊന്നും ആ ഭാഗത്തേക്ക് അടുപ്പിക്കുകയില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് മാർക്ക് ഓഗ്ഡൻ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും കിടലൻ ഫെസിലിറ്റീസും ട്രെയിനിങ് സെറ്റപ്പൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് യുണൈറ്റഡ് പ്ലേയേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകും, മ്യൂട്ടിനി ഉണ്ടാകും എന്നുള്ള പേടിച്ചിട്ട് അവരൊരിക്കലും കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ്. അവർക്കതാണ് യുണൈറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം കൂടിയാണ്. അവർ ടംബാബെ ബുക്കനേഴ്സിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും യുണൈറ്റഡിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ഒരു ക്യാഷ് മിൽക്കിംഗ് മെഷീൻ മാത്രമാണ് യുണൈറ്റഡ്. പരമാവധി ഊറ്റുക, പരമാവധി ഡിവിഡൻസ് കൊണ്ടുപോവുക, നമ്മുടെ കാര്യവും അതുപോലെ തന്നെ ടീമിൻ്റെ കാര്യവും ക്ലബിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് യാതൊരു രീതിയിലും ബോധേഡല്ല എന്നുള്ളതാണ്. പക്ഷേ ഇവരെ തന്നെ നിർത്താനായിട്ട് മാൻകൂണിയൻ യുണൈറ്റഡ് ആരാധകർ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സെയിൽ ഉണ്ടാവില്ല എന്നുള്ള കേട്ട സമയത്ത് തന്നെ അവർ സ്റ്റേഡിയത്തിൽ പോയി വൻ പ്രൊട്ടസ്റ്റ് നടത്തുക അല്ലെങ്കിൽ 2-3 മാച്ചുകൾ സസ്പെൻഷൻ മേടിച്ചെടുക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവർ ഫുൾ സെയിൽ ചെയ്തേനെ, നമ്മളാരെങ്കിലും ഫുള്ളി മേടിച്ചേനെ. പക്ഷേ ദേ ഡിസൈഡഡ് ടു സ്ലീപ്പ് വിത്ത് ദ ഡെവിൾ. അപ്പോൾ അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മൂവിങ് ഓൺ, നമുക്ക് ട്രാൻസ്ഫർ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഗാർനാച്ചോ ആണ് സംസാര വിഷയം. നാപ്പോളിയും ചെൽസിയും ഒരേപോലെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഗാർനാച്ചോയ്ക്ക് വേണ്ടി 43 മില്യൺ ഓഫറായിട്ട് നാപ്പോളി വന്നു. പക്ഷേ നമുക്കത് പോരാ, നമുക്കത് കൂടുതൽ ചോദിക്കാനുള്ള എല്ലാവിധ അവകാശമുണ്ട്. കാരണം നമ്മൾ ഡോർഗുവിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 40 മില്യണൊക്കെയാണ് ഡോർഗുവിന് വേണ്ടി ചോദിക്കുന്നത്, വിച്ച് ഈസ് അൺറിയലിസ്റ്റിക്. അപ്പോൾ അത് തന്നെയാണ് കാര്യം. നമ്മൾ ഏതെങ്കിലും പ്ലേയേഴ്സിനെ മേടിക്കാൻ ചെന്ന് കഴിയുമ്പോൾ അവർ ഒടുക്കത്തെ വില പറയും. പക്ഷേ നമ്മൾ വിൽക്കാൻ നേരത്ത് നിസാര വിലയ്ക്ക് ബാക്കി ക്ലബ്ബുകൾക്ക് വേണമെങ്കിൽ ചെയ്യണം. അപ്പോൾ ഒരു 60 മില്യണൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രം ഗാർനാച്ചോനെ വിറ്റാതെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, അവനോട് ഇരിക്കട്ടെ. മാത്രമല്ല ചെൽസിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചെൽസി വരികയാണെങ്കിൽ ഒരു 65-70 മില്യൺ, അതിൽ കുറച്ച് വിൽക്കേണ്ട കാര്യമില്ല. പിന്നെ ചെൽസിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് എന്തിനാണ് ഇതിന് മാത്രം വിങ്ങേഴ്സ് എന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ലാത്തത്. നെറ്റും ഉണ്ട്, സാഞ്ചും ഉണ്ട്. ഇപ്പോൾ ഗാർനാച്ചോനോട് നോക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം അറിയില്ല. 2-3 ബാക്കപ്പ് വിങ്ങേഴ്സിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. സോ ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ എന്തായാലും ഡോർഗുവിൻ്റെ കാര്യത്തിൽ ഡോർഗുവിന് ഇങ്ങോട്ട് വരാൻ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ അവർ ആവശ്യപ്പെടുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഹൈ. അപ്പോൾ അവർക്ക് അറിയാം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലെഫ്റ്റ് ബാക്കിന് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒത്തിരി വില കൂട്ടി പറയും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് മറ്റൊരാൾ സീനിലേക്ക് വന്നത്. വേറെ ആരുമല്ല, അൽവാരോ ഫെർണാണ്ടസ്. അപ്പോൾ അൽവാരോ ഫെർണാണ്ടസ് ഓൾറെഡി പലരുടെയും നാവിലുള്ളൊരു പേരാണ്. കാരണം ഒരു യുണൈറ്റഡ് ലെഫ്റ്റ് വിങ് ബാക്കിന് നോക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അൽവാരോ ഫെർണാണ്ടസിന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. കാരണം പുള്ളി ബെൻഫീക്കയിലേക്ക് പോയിട്ട് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇന്നലെ എല്ലാവരുടെയും കണ്ണിലേക്ക് പെട്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇന്നലെ ബാർസലോണയ്ക്കെതിരെ ഒരു നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്തെങ്കിലും അറ്റാക്ക് വൈസ് ആണെങ്കിലും ഡിഫെൻസീവ്ലി ആണെങ്കിലും അറ്റാക്കിൽ ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഡിഫെൻസീവ്ലി യമാലിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു, അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തീർച്ചയായും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടായ ഒരു ആളാണെന്നുള്ളതാണ്. നമ്മുടെ അക്കാഡമിയിൽ നിന്ന് വന്നൊരു പ്ലെയറാണ്, അക്കാഡമിയിൽ ഉണ്ടായിരുന്നൊരു പ്ലെയറാണ്. അപ്പോൾ ആ പ്ലെയറിനെയാണ് നമ്മൾ വിറ്റ് കളഞ്ഞത്. ഇപ്പോൾ 15 മില്യൻ്റെ ബൈബാക്ക് ക്ലോസ് നമുക്കുണ്ട്. പക്ഷേ അത് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്ലെയറിന് വരാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അൽവാരോ എന്നുള്ളൊരു പ്ലെയർ ഉണ്ടായിരുന്നു, ടെൻ ഹാഗ് വിറ്റ് കളയാൻ തീരുമാനിച്ചു. ഉള്ള മരപ്പാടുകളൊക്കെ ഇവിടെ നിർത്തിയിട്ട് അത്യാവശ്യം കളിക്കാൻ അറിയാവുന്ന ആൾക്കാരെയൊക്കെ കൊടുത്ത് കളയുക എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഗായ്സ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം കമൻ്റായിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.